ഞാനും ഹീറോ ഒക്കെ ആയിട്ട് അഭിനയിക്കുന്നതിന് മുമ്പ് പണ്ട് ചമ്പക്കുളം തച്ചൻ ആ സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് ഞാനും ലാൽ ജോസും ഒക്കെ വിനീതിന്റെ അപ്പുറത്ത് നിന്ന് കൈകൊട്ടണൊക്കെ ഉണ്ട്. സോറി, ഞാൻ ലിറിക്സ് മറന്നു. അതേ സീരിയസ് ആയിട്ട് എവിടെ നായികമാർ ഒരാളെ കിട്ടിയിട്ട് ഓരോ ഞാൻ സമ്മതം കാണിച്ചാലും നമ്മള് ഫൈറ്റ് എടുത്തോണ്ടിരുന്നില്ലേ, ഫൈറ്റ് എടുത്തോണ്ടിരുന്നു കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ചാടി ഇരുന്നപ്പോ ശബ്ദം എന്റെ പാന്റ് കഥ കേട്ടപ്പോ എന്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ അതായിരുന്നു. എനിക്ക് മെലോഡിയസ് ആയിട്ടുള്ള കുറെ പാട്ടുകൾ ചെയ്യാറുണ്ട്. അതിന്റെ ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഷൂട്ടിംഗ് സമയത്താണെങ്കിലും ഒരിക്കൽ പോലും പവിത്രൻ എന്നെ മുഷിപ്പിച്ചിട്ടില്ല. പുതിയ കൃഷിയൊന്നും നമുക്കറിയില്ല, പാടുന്ന പരിപാടി എന്താ പരിപാടി അങ്ങനെ പറഞ്ഞു. താരതമ്യേന ഇവർ ഈ പുതിയ ആളുകളായതുകൊണ്ട് ഇവർക്കാണ് ഒരു ഐഡിയ ഇല്ലാത്തത് എങ്ങനെയാണ് ഇന്റർവ്യൂല് പറയേണ്ടത്. അല്ല ഐഡിയ ഇങ്ങേർക്കുണ്ടാവും. ഇങ്ങനെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന് മുമ്പിലേക്ക് ഇറങ്ങണം. മിസ് മലബാർ അല്ലേ, റോസ്മിനെ പെട്ടെന്ന് പരിചയപ്പെടുത്തണം. കാരണം ഈ പവി കെയർ ടേക്കറിന്റെ ഒരു ഹീറോയിൻ ആണെന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഇതാകാൻ. അത് മാത്രമല്ല, നമ്മൾ ഇപ്പം എൻ്റെ കൂടെ ഒരുപാട് ഹീറോയിൻസ് വന്നാണ്, അറിയാലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ 3-5 പേര് വന്നേക്കാണ്. അതിൽ ഒരു ഇതിനു മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ച് നമ്മൾ കണ്ട് കുറച്ച് എന്തെങ്കിലും ആവട്ടെ, എന്നാലും പക്ഷെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടാം അല്ലെ. 5 നായകന്മാര് എന്ന് പറഞ്ഞ ഒരു കാര്യം. ഞാനും ഹീറോ ഒക്കെ ആയിട്ട് അഭിനയിക്കുന്നതിന് മുമ്പ് പണ്ട് ചമ്പക്കുളം തച്ചൻ ആ സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് ഞാനും ലാൽ ജോസും ഒക്കെ വിനീതിന്റെ അപ്പുറത്ത് നിന്ന് കൈകൊട്ടണൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന ഒരാളായതുകൊണ്ട് നമുക്ക് പക്ഷെ അതിനേക്കാൾ വലിയ വേഷത്തിലാണ്, ശ്രദ്ധിക്കപ്പെട്ട വേഷത്തിൽ വന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് രീതിയിൽ നമ്മൾ പരിഗണിച്ചത്. കാരണം നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. കാരണം സിനിമയിലെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് കലക്കിയിരിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് അത് വിട്ടുകളയാൻ പറ്റൂല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു പോയിന്റ് ആണ്, നോട്ട് ചെയ്യണം. ഒരു ആർജിയിരിക്കണം, മിണ്ടാതെ ഇങ്ങനെ നമ്മൾ ബഹുമാനത്തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ജോലി. കാരണം ഇവര് തന്നെ പെർഫോം ചെയ്യണം, എന്നിട്ട് ആ എഡിറ്റ് ചെയ്യണം. ഇത് തന്നെ എന്തൊക്കെയോ സ്വിച്ചൊക്കെ പിടിച്ച് നിർത്തി. ശരിയാ, അത് നമ്മളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ എനിക്ക് പറ്റിയ ഫീൽഡ് അല്ലാന്ന് എനിക്ക് തോന്നി. ഇത് വിട്ടതൊന്നും ഏറി പോയി ഒന്നും ഏറെ പോയില്ലാന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ശ്രേയനെ ഞാൻ ഒരു ഇൻസ്റ്റയില് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ശ്രേയനെ ആദ്യം നോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് ചെയ്ത് ചോദിച്ചാണ് ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ. അപ്പോൾ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്യാരക്ടറിന് ഓക്കെ വന്നാൽ അറിയണ്ടേ ചേട്ടാ. അങ്ങനെ ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു മ്യൂസിക് പാടും ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. അപ്പോൾ കുറേ എനിക്ക് തോന്നുന്നത് ഈ ന്യൂ ഏജ് കുറേ സിംഗേഴ്സുള്ള ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ ഞാൻ പോയിരുന്ന് അപ്പോൾ ഓരോരുത്തർ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പാടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രേയ വന്ന്, ശ്രേയൻ ഇതേപോലെ തന്നെ ആ ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കരമായിരുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡിലൊക്കെ വന്ന് മൈക്കിലിരിക്കുന്നു, ഇങ്ങനെ ഇരുന്ന് പാടിത്തുടങ്ങുന്നു. അപ്പോൾ സൈഡിൽ ഗിറ്റാറിസ്റ്റ് അവർ പ്ലേ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേ പാട്ട് ഗിറ്റാറിസ്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട്, പാട്ടില്ല. അപ്പോൾ ഞാൻ ഇതെന്താ പാട്ടില്ലാത്ത. അപ്പോൾ അതേ ആറ്റിറ്റ്യൂഡ് വിട്ടില്ല. സോറി, ഞാൻ ലിറിക്സ് മറന്നുപോയി. അതേ സീരിയസ് ആയിട്ട് അതിൽ ഒരു മാറ്റമില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു കറക്റ്റാണ് നമ്മുടെ അങ്ങനെ പറ്റുമോ? ലിറിക്സ് അങ്ങനെ പാടിപ്പോയി. അതാണ് ദൈവം ഓരോ കാര്യങ്ങൾ ചില സമയത്ത് തീരുമാനിക്കുന്നത്. എല്ലാം നല്ലതിന് അതാണ്. അങ്ങനെ സെലക്ട് ആയ ആളാണ്. അതെ, അങ്ങനെയാണ്. കാരണം ആ ആറ്റിറ്റ്യൂഡ് ജാനകിക്ക് കറക്റ്റാണ്. പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന ഈ ഇത് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഓഡീഷൻ ചെയ്യുന്ന അല്ലേ, എൻ്റെ കുറേ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും എന്നെ കാണിക്കണ്ടായിരുന്നു. പിന്നെ ഇത് ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എവിടെ നായികമാർ ഒരാളെ കിട്ടിയിട്ട് ഓരോ ഞാൻ സമ്മതം കാണിച്ചാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ സ്വാധീന തമിഴിൽ നിന്നൊക്കെയാണ് പിടിച്ചോളുന്നത്. നിങ്ങൾക്ക് തമിഴ് കർണാടക എനിക്ക് தெரியாது. കൊത്തായിത്തൊക്കെ അറിയാം. ഓ, നിങ്ങൾ രണ്ടുപേരും മലയാളീസ് അല്ലേ? ഞാൻ മലയാളിയാണ്. മറാഠിയാണ് താമസം. കന്നഡികയായിട്ട് അവിടെ പറ്റിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തമിഴിലും പോയി അവിടുത്തെ ആളാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മലയാളത്തിലും വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇത് എല്ലാ ലാംഗ്വേജിനും പറ്റിയൊരു മുഖമായി പോയി. എന്നിട്ട് വന്ന് എന്നെ വീഡിയോ ഒക്കെ കാണിച്ചു. ഭയങ്കര പാട്ട്, ഭയങ്കര അഭിനയം അല്ലേ. ഇത് ജോഹി
അത് നമ്മൾ പ്രത്യേകം പരിചയപ്പെടണം. കാരണം ജൂഹിനെ അങ്ങനെ എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത രണ്ടുപേരാണ് ജൂഹിയും ഈ സ്വാതി. അത് പറയും ഞാൻ പറയും. കാരണം എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടില്ല. എന്റെ തകർച്ചയാണെങ്കിലും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സംഭവമാണ്. ഞാനിത് ഒന്നുമില്ല, വളരെ സീരിയസ് ആയിട്ട് നമ്മള് ഫൈറ്റ് എടുത്തോണ്ടിരുന്നില്ലേ, ഫൈറ്റ് എടുത്തോണ്ടിരുന്നു കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ചാടി ഇരുന്നപ്പോ ശബ്ദം എന്റെ പാന്റ് കയറി. എന്റെ ഫസ്റ്റ് നോട്ടം ഇങ്ങനെയാണ്, എന്റെ ബാക്കിൽ നിൽക്കുന്നത് ഇവർ രണ്ടുപേരാണ്. അപ്പൊ ക്യാമറ റണ്ണിങ് ആണ്, പക്ഷെ ഇവര് ഇങ്ങനെ ഒരു എക്സ്പ്രഷനും ഇല്ല. തന്നെ കറക്റ്റ് തന്നെ ഇവിടെ അത് സമ്മതിക്കാണ്ടൊക്കെ നിന്ന് അഭിനയിക്കുന്ന സമയത്ത് എവിടെ പോകുന്നു. അപ്പൊ ഇങ്ങനെ അപ്പൊ നിങ്ങൾ എപ്പോഴും ക്യാമറ റൺ ചെയ്തോണ്ടിരിക്കും, നിങ്ങൾ എപ്പോഴും അല്ലേ? എല്ലാം സൂംബ ഇൻസ്ട്രക്ടർ ആണ്. തൂമ്പേ ഞാൻ വിചാരിച്ചപ്പോ പുതിയ തൂമ്പേ കൃഷിയാണ് നമുക്കറിയില്ല. പാടുന്ന പരിപാടി എന്താ പരിപാടി തൂമ്പില്ലാന്നോളൂ. ഓക്കെ. പക്ഷെ നമുക്ക് സെറ്റിലൊന്നും സൂമ്പയൊന്നും എടുക്കണം കണ്ടില്ല. അഭിനയിക്കാൻ കോൾ വന്നിട്ട് ഏറ്റവും സർപ്രൈസ്ഡ് ആയത് ഇയാളാണ്, റോസ്മിന്. കാരണം റോസ്മിന് ഒരിക്കലും സിനിമയിൽ നിന്ന് കോൾ അതിന് മുമ്പ് വന്നിട്ടില്ല. എനിക്ക് ഈ കണ്ടുപിടിച്ചത് അതാ, നമ്മൾ ഈ ഇൻസ്റ്റയില് നമ്മൾ ഈ ഹീറോയിൻസിന് വേണ്ടിയിട്ടുള്ള സെർച്ചിങ് തുടങ്ങിയപ്പോൾ എനിക്കിങ്ങനെ പല സജഷൻസ് വരും. ഫോട്ടോസ് ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു അവിചാരിതമായിട്ട് എനിക്കൊന്ന് ഇവരുടെ ഈ മിസ് മലബാറിന്റെ ഒരു ഫോട്ടോ, അതായത് ഇവര് എന്തോ ഒരു പ്രോഗ്രാം കണ്ടിരിക്കുന്ന വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ, വളരെ കാൻഡിഡ് ആയിട്ടുള്ള ഫോട്ടോ. ആ ഫോട്ടോ കണ്ടപ്പോഴാണ്, അപ്പൊ ആ ഫോട്ടോ കണ്ടപ്പോൾ വളരെ നാച്ചുറൽ നമ്മുടെ ക്യാരക്ടറിന് പറ്റിയത്. അപ്പൊ ഞാൻ ആ പ്രൊഫൈലിൽ കയറിയപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര കക്ഷി, അതായത് ഫുൾ മറ്റേ ഭയങ്കര പോസ്റ്റ് മോഡേൺ, പിന്നെ ഈ പറയുന്ന പോലെ ഈ മിസ് മലബാറിന്റെ അങ്ങനെയുള്ളതൊക്കെ വന്നപ്പോൾ എനിക്ക് ക്യാരക്ടർ ഓക്കെ ആയിരിക്കും. പക്ഷെ ആ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കാൻഡിഡ് ആയിട്ടുള്ള ഫോട്ടോ നമ്മുടെ ക്യാരക്ടറിന് കറക്റ്റാണ്. മാത്രമല്ല രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചു വന്നിട്ട് ചേട്ടാ ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാർ ഞാനിങ്ങനെ ഇൻഡിഗോയിൽ അല്ലേ, ഇൻഡിഗോയിൽ ക്യാബിൻ ക്രൂ ആയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്, അപ്പോൾ എനിക്ക് പോകണം, അതാണ് എനിക്ക് ഇങ്ങനെ കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞു എന്തായാലും ഈ ഒരു പടം ചെയ്യും, എന്നിട്ട് നീ തീരുമാനിക്കും. പക്ഷെ ഞങ്ങളുടെ പടം ഷൂട്ട് തുടങ്ങി അടുത്ത ഷെഡ്യൂളിന് വിളിച്ചപ്പോൾ ആളില്ല, കാരണം വേറെ പടം അങ്ങനെ ഷെഡ്യൂളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, പിന്നെ കിട്ടാനില്ല എന്നുള്ള അവസ്ഥയായി. അങ്ങനെ പറഞ്ഞ നമുക്ക് ആകെ ഉള്ള ഒരു ഫ്ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് അതേപോലെ മിഥുനെ വിളിക്കുന്നത് ചേട്ടാ. മിഥുന്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മിഥുനെ എനിക്ക് മുൻ പരിചയമൊന്നുമില്ല, കണ്ണൂർക്കാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അതെനിക്ക് അറിയില്ല. ഇവര് മലയാളിയാണെന്ന് പോലും അറിയില്ല. ഇവർ രണ്ടുപേരും ഞാൻ തമിഴ് കന്നഡയാണെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ജസ്റ്റിൻ കണ്ണൂർ ബെൽറ്റ് ആക്ച്വലി കണ്ണൂരിൽ നിന്ന് ഒരുപാട് ആൾക്കാരില്ലേ സെറ്റില്? വിനീത, ഞാൻ കുറെ പേരുണ്ട് ഒരുപാട് ആൾക്കാർ. പ്രൊഡക്ഷനിൽ വെൽക്കം ടു ദ ക്ലബ്. ഇവിടെ ആരും ബ്ലാക്ക് ബെൽറ്റ് എന്നൊക്കെ പറയണ്ട. ഇതാണ് ബെൽറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ഫാദർ ആരും ഇന്റർവ്യൂ നമ്മുടെ അച്ഛൻ അങ്ങനെയല്ല എന്നോട് പറഞ്ഞേ. പിന്നെന്താ പറഞ്ഞ എന്തോ ബെൽറ്റ് നടക്കുമ്പോ മൈക്ക് കൈ പിടിക്കുക, അങ്ങനെ ഇങ്ങനെ പിടിച്ച് സംസാരം, അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ടാണ് അങ്ങനെ ചെല്ലാൻ. അല്ല എന്തോ ഒരു ബെൽറ്റ് ഇല്ലേ, ബ്രൗൺ ആണോ? ബ്രൗൺ സെക്കൻഡ്. അതൊന്നും അച്ഛൻ അങ്ങനെയല്ല പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഡീഷൻ വന്നപ്പോഴേ ഇങ്ങനെ ഇരിക്കും അച്ഛനും മോളും. എന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെ മോള് കരാട്ടെയാണ്, ബ്ലാക്ക് ബെൽറ്റ് ആണ്. എനിക്ക് കണ്ടപ്പോ പറഞ്ഞു ആക്ച്വലി അതല്ല, എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് അറിയാൻ വെച്ചു. അപ്പൊ ചെറുതായിട്ട് ഇത് പറഞ്ഞു. ഡാൻസ് അറിയിച്ചാ ചെറുതായിട്ട്. അപ്പൊ ഇനി അതാ ഫൈറ്റ് സീൻ എങ്ങാനും ഉണ്ടെങ്കിൽ അതും കൂടെ എന്റെ മോള് ചെയ്യും. ഒറ്റ സിനിമ അങ്ങോട്ട്. അപ്പൊ നമുക്കാണെങ്കിൽ ഈ പറഞ്ഞ മാലിക്ക് ഫൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് ക്യാരക്ടർ എങ്ങനെയാ വർക്ക്ഔട്ട് പറയാറുന്നില്ലേ, അത് ലാസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് ഫൈറ്റ് ചെയ്യാതെ. അപ്പൊ അതേപോലെ ഓരോരുത്തരെയും നമ്മൾ പിടിക്കുമ്പോൾ മാലിനി എന്ന് പറയുമ്പോൾ പാലക്കാട് നിന്ന് വരുന്നൊരു പെൺകുട്ടി, അവൾ പാട്ട് ടീച്ചറാണ്. അവളുടെ വീട്ടുകാരിങ്ങനെയായിരിക്കും. കാരണം അമ്മ, അതായത് ഫോണ് മറന്നുപോയതിന് അമ്മ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്ന ഒരു അമ്മ. അങ്ങനെയുള്ള ഒരു കുടുംബം, നമ്മൾ ഈ അവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലം കൂടെ നമ്മൾ വെറുതെ സിനിമയിൽ ചിലപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല. നമ്മൾ ഒരാളുടെ കാര്യം പറയണേ,
ഈ ബാക്കിയുള്ള ഈ 4 പേരുടെ കാര്യം കുടുംബം. ഈ സിനിമയുടെ കഥ മുഴുവൻ അല്ല അത് അതൊന്നും കൊണ്ടിട്ട് എല്ലായിടത്തും പറയരുത്. ഇല്ലില്ല അത് കാരണം പടത്തിന്റെ പ്രത്യേകിച്ച് main സംഭവം സസ്പെൻസ് ആണ്. അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജൂഹിയുടെ അച്ഛന്റെ അമ്മയുടെയും കാര്യം പറയാലോ. നമുക്ക് സിനിമയിൽ അച്ഛനും അമ്മയും ഇല്ല, നമ്മള് കാണിക്കുന്നില്ല. ക്യാരക്ടറിനെ ഒരുപാട് ഇങ്ങനെ കൂടുതൽ ചോദിച്ചപ്പോ ജൂഹിയുടെ അച്ഛൻ നമ്മോട് ഇവന്റെ ക്യാരക്ടർ അത്ര മിഥുൻ എന്താ നമ്മുടെ പാട്ടിനെ കുറിച്ചും കമ്പോസിങ്ങിനെ കുറിച്ചും പറയാൻ? പാട്ടിനെ കുറിച്ച് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് വിനീതേട്ടൻ ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും എന്നെ എപ്പോഴും ഈ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സിനിമകളിലാണ് എനിക്ക് കൂടുതൽ പേര് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ റോർഷാക്ക്, ഓസ്ലർ, കന്നഡയിൽ ഗരുഡഗമന. അപ്പോൾ കഥ കേട്ടപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ അതായിരുന്നു. എനിക്ക് മെലോഡിയസ് ആയിട്ടുള്ള കുറേ പാട്ടുകൾ ചെയ്യാനുള്ളൊരു ഇത്. പിന്നെ കോമഡി ഉണ്ട്, പക്ഷെ അതോടൊപ്പം ആ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ സ്കോർ ചെയ്യാനുള്ളൊരു, ഈ റോഷാക്കായാലും വളരെ ഡാർക്ക് ആയിരുന്നു, ഓസ്ലറിലും വളരെ ഡാർക്ക് ആൻഡ് സസ്പെൻസ് ഒക്കെ ആയതുകൊണ്ട് അതൊരു ചാലഞ്ചിങ് എപ്പോഴും ഈ ത്രില്ലർ കൈൻഡ് ഓഫ് ഫിലിംസ് ചെയ്തോണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി, മാത്രമല്ല ഞാൻ അവൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്ത് ഒരു പരിധി വരെ ജോൺസൺ മാഷിന്റെ ഒരു പ്രാർത്ഥനയിൽ തുടങ്ങിക്കോ. കാരണം അങ്ങനത്തെ ഒരു ഫ്ലേവറാണ്. കാരണം ഈ പവിത്രൻ 90s അല്ലെങ്കിൽ ആ ഒരു 80s അപ്പോൾ ഗൾഫിൽ പോയി ആ സമയം തൊട്ട് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പുള്ളിയിൽ ഒരു ഇച്ചിരി വിന്റേജ് റെട്രോ പരിപാടി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാരണം ഞാൻ ചെയ്ത ടോട്ടൽ ഡിഫറെന്റ് ആയി. ഇപ്പൊ ഡിയർ ഫ്രണ്ടിൽ നിന്ന് നേരെ മാറിയിട്ടുള്ള ഒരു സിനിമയാണ്, വേറൊരു സ്പേസിൽ നിൽക്കുന്ന സിനിമയാണ്. അപ്പൊ ആ മ്യൂസിക് കറക്റ്റ് ആയിട്ട് ഇതിൽ എനിക്ക് ഇന്നലെ ഫൈനലി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെരി ഹാപ്പി. നല്ല വർക്കാണ്. രാജേഷിന് പവിത്രനെ കുറിച്ച്? പവിത്രൻ അത് വളരെ ഇപ്പം അരവിന്ദൻ്റെ അതികൾ ചെയ്യുമ്പോൾ അരവിന്ദൻ എങ്ങനെ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചോ അതുപോലെ സ്വാധീനിച്ച ഒരാളാണ് പവിത്രൻ. ഒരിക്കലും എനിക്ക് പവിത്രനെ മനസ്സിൽ നിന്ന് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് കഥകൾ എനിക്ക് എഴുതാൻ പോലും സാധിച്ചത് പവിത്രൻ്റെ ഷൂട്ട് തീർന്ന് ആ ലാസ്റ്റ് പാക്കപ്പ് ഡേ കഴിഞ്ഞിട്ടാണ് അടുത്തൊരു കഥയെപ്പറ്റി ഞാൻ ആലോചിച്ചത്. അതിൻ്റെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഇത് എത്ര തവണ നമ്മൾ അതിൻ്റെ ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഷൂട്ടിങ് സമയത്താണെങ്കിലും ഒരിക്കൽ പോലും പവിത്രൻ എന്നെ മുഷിപ്പിച്ചിട്ടില്ല. പവിത്രന് കൊടുത്തതൊന്നും പോരാന്നാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ. ഉദ്ദേശിച്ചത് ഇതെങ്ങനെയാണോ? ഒരിക്കലും അല്ല. നിർമ്മാതാവായതുകൊണ്ട്, പവിത്രൻ നിർമ്മാതാവും കൂടി ആയതുകൊണ്ട്. രാജുവായിട്ട് രസം എന്താണെന്നറിയോ, നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ചേട്ടനെ വായിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് ചേട്ടന് വേറൊരു ലൊക്കേഷനിലായിരുന്നു ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ രാജ്ഭായിക്ക് ഞാൻ നമ്മൾ ഈ കുറേ നാൾ എഴുതാനിരുന്നിരുന്ന് ഒരുപക്ഷെ മഞ്ജുവിന്, രാജ്ഭായിയുടെ ഭാര്യയേക്കാൾ കൂടുതൽ എനിക്ക് രാജിൻ്റെ സ്വഭാവം അറിയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം വേണം. അപ്പോൾ ഞാനാണെങ്കിൽ 2 നേരമാണ് പൊതുവെ കഴിക്കുന്ന ആൾ. അപ്പോൾ പുള്ളിയുടെ കൂടെ കൂടിയതിന് ശേഷം എഴുതാനിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കും, പിന്നെ ഇടനേരം ഒരു ഭക്ഷണമുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്ക് കഴിക്കണം. ഷൂട്ട് അന്നെന്തോ ഫൈറ്റ് ആയിരുന്നു ചേട്ടൻ്റെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നത് 10 മണിക്ക്. അപ്പോൾ ചേട്ടൻ ഇടയിലെങ്ങ് വന്നാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോയില്ല, ഹോട്ടലിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനിത് മറന്നുപോയി, ഇത് ഭക്ഷണം 8 മണിക്ക് കഴിക്കേണ്ട കാര്യം. പക്ഷേ രാജ് ഭായി ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്, വായിക്കാനുള്ള ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് ചേട്ടൻ വന്നത് 10:30 വന്നിട്ട് ചേട്ടൻ പറഞ്ഞു, ആ രാജ് ഇരിക്കുക ചേട്ടൻ, നിങ്ങൾ വന്നിട്ട് നമ്മളെ 2 പേരും റൂമിൽ പിടിച്ചിരുത്തിട്ട് ചേട്ടൻ ജിമ്മിൽ പോയി, ഇപ്പോൾ വരാൻ വന്നു, കാരണം അത് മുടക്കണ്ട. ശരി എന്നാൽ ചേട്ടൻ 11:30 വന്നു. 11:30 വന്നിട്ട് 12 മണിയായപ്പോഴാണ് വായന തുടങ്ങിയത്. അപ്പോൾ ചേട്ടൻ സാധാരണ നമ്മളെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നതാണ് ഭക്ഷണം കഴിച്ചോ ഇത്. പക്ഷെ ചേട്ടൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും 11 മണിയാകുമ്പോൾ ഇവർ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ വിശപ്പൊരു വിഷയമല്ല. 11:30 ആള് സ്ക്രിപ്റ്റ് വായന തുടങ്ങുക, ആദ്യത്തെ റീഡിങ്ങാണ്. ഞാൻ പിടിച്ച് തുടങ്ങിയിട്ട് കഴിയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് കയ്യിന്ന് പോകുന്നല്ലോ. അതായത് ഇങ്ങനെ പോകാൻ പറ്റും, പണ്ട് ചിക്കൂക്കറിയിൽ ഇങ്ങനെ ചെവിന്ന് ഇങ്ങനെ പോകില്ല, അതുപോലെ എനിക്ക് കാണാം. എനിക്കാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാനും പറ്റില്ല. മൂഡ് ആദ്യത്തെ റീഡിങ് അല്ലേ. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ആശാൻ അങ്ങ് തളർന്ന്. അപ്പോൾ ചേട്ടൻ അപ്പോഴാണ് ചേട്ടൻ, അല്ല നിങ്ങൾ കഴിച്ചിരുന്നോ? ഇല്ല കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ചേട്ടൻ നേരെ അവിടെ ഷെഫിനെ ഡയറക്റ്റായിട്ട് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് ഫുഡൊക്കെ വന്നു. അപ്പം അത് കഴിഞ്ഞ് ഇനി നമുക്ക് പിന്നെ വായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ പറയാം, വിനീത് ഭായി അപ്പം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ആദ്യമായിട്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ സ്ക്രിപ്റ്റ് വായനൊക്കെ ഒരു തിരക്കഥാർത്ഥ ബോധം. ഈ സിനിമയിൽ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഇതിൽ കളിക്കാനുള്ളൊരു ബേസ്, ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ കോമഡി ചെയ്യുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും ഒരു അങ്ങനെ ഹ്യൂമർ ടച്ച് ഉള്ളൊരു. എന്നാൽ ഇതിൽ പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്നല്ല, എല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാന്ന് പറയില്ല. അതിന് അയാളുടെ വിഷമങ്ങളുണ്ട്, ഇന്ന് അയാളുടെ സന്തോഷമുണ്ട്,
അയാൾ വേണ്ടാത്ത എല്ലാ കാര്യത്തിലും പോയി ഇടപെടുന്ന ഒരു പരിപാടികൾ, ഈ ഇടപെടുന്ന പരിപാടികളാണ് മൊത്തത്തിൽ കുഴപ്പമാവുന്നത്. അപ്പോൾ അത് രസകരമായിട്ട് എനിക്ക് തോന്നി. നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയൊക്കെ തീരുമാനിക്കുന്ന വേറെ ആൾക്കാരാണ്. നിങ്ങളുടെ എഴുത്ത് നന്നായോ ഇല്ല എന്നൊക്കെ തീരുമാനിക്കുന്ന ജനങ്ങളാണ്. പ്രണയമുണ്ടോ? എല്ലാവർക്കും ഉണ്ടാവുന്നല്ലേ പ്രണയം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ எப்படி இருக்கீங்க நீங்க? லவ் பிரச்சனையில இருக்கீங்களா? ഒന്നുമേ ഇല്ലേ? ഇതുവരെയ്ക്കും ലവ് யாரும் ജൂഹിക്ക് എന്തോ പറയാനുണ്ട്. വീടിന്റെ അടുത്തുള്ള കോളേജിലാണ് പഠിച്ച. ഒരു 5 മിനിറ്റേ ഉള്ളായിരുന്നു കോളേജിലേക്ക്. അതിന്റെ ഇടയിലും വേറെ വീടുമില്ല. ആ വീട്ടിലാൾക്കാർ പോലും കാണാൻ പറ്റുന്നില്ല. ഇവര് ഭയങ്കര പ്ലാനിങ് ആണ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവര് വേറെ ഒരു ആള് ശ്രദ്ധിക്കാതെ അങ്ങനെയൊക്കെ ഭയങ്കര പ്ലാനിങ് ആണ്. അത് ചോദിക്കണം കേട്ടോ. നിങ്ങളെ പോലുള്ള ആളെ കിട്ടുമ്പോ എന്താണെങ്കിലും ഇത് ചോദിക്കും, നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കും. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ പാടിയിട്ട് അങ്ങോട്ട് പോക്കും. ഞങ്ങളുടെ മുമ്പിൽ പാടിയിട്ട് തെളിഞ്ഞിട്ട് തെളിയട്ടെ. മധുരനാഗം പൂത്തു അകലി മുകിലി പിറകി പനിപതി പെരുതിയെന്നിനുളിച്ചു മുറിയിൽ കഥകിന് വെളിയിലൊരു കിളി പതിയെ ഒന്നു ചിലച്ചു. ഒരു നായിക മറ്റൊരു നായികനെ പറഞ്ഞോ. ടൈമിംഗ് ഇല്ല ടൈമിംഗ് ഇല്ല അങ്ങനെ പറയരുത്. നാളെ അത് വലിയ വാർത്തയാവൂലേ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇനി അവിടെ പോയിരുന്നത് പറയുമ്പോഴ് അവര് എഴുതുന്ന അതായിരിക്കും. ജൂഹിക്ക് താളമില്ല, ബോധമില്ല. അപ്പൊ ഒന്ന് ബ്രേക്ക് ചെയ്തത് കോമേ. പക്ഷെ രസം എന്ന് പറയാം, ഞങ്ങളുടെ പടത്തിലെ ക്യാരക്ടർ സിംഗറാ. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ അല്ല, ഞാൻ ചേട്ടാ നമ്മുടെ മിക്സ് ചെയ്യുന്ന അജിത്തേട്ടനായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ജൂഹി പാടുന്ന മാലിനിയുടെ ക്യാരക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് ഭയങ്കര ഇഷ്ടമായി തേട്ടാ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ പ്ലേ ചെയ്തപ്പോൾ എന്നോട് അജിത്തേട്ടൻ പറഞ്ഞു അത് പാട്ട് മാത്രമല്ല, അതിൽ ആ പെർഫോം ചെയ്ത് കുട്ടിയും നന്നായി ചെയ്തിട്ടുണ്ട്. അതാ അങ്ങനെ. ഇനി ദിൽനയുടെ വിശേഷം കേൾക്കട്ടെ. ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇല്ലല്ലോ. എന്താ ഈ സൂംബയിലേക്ക് വരാനുള്ള കാരണം? ഞാൻ പണ്ട് ഭയങ്കര തടിയുള്ളൊരു ആളായിരുന്നു. അപ്പം ഇതിന് ഞാൻ ഒറ്റ മോളാ. അപ്പം കസിൻസ് എല്ലാം 2 പേരായിരിക്കും. അച്ഛൻ ചേട്ടനും ചേച്ചിയും അങ്ങനെ എല്ലാം 2 പേരാകുമ്പോൾ 2 പേരും കൂടിയിട്ട് എന്നെ കളിയാക്കും. ഞാൻ ഒറ്റൊരാളാണല്ലോ. അപ്പൊ ഇതിൽ എങ്ങനെയെങ്കിലും മറികടക്കാൻ വേണ്ടി ഞാൻ ചെറുപ്പത്തില് വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അതിന് ജിമ്മൊന്നും ഇല്ല. അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ചെറിയ ചൂലോട് അടിച്ചു വരും, സൈക്ലിംഗ് ചെയ്യും. ഒരാള് വന്നു. ഞങ്ങള് 6 മാസം ഉള്ളപ്പോ ഇയാളെ വാങ്ങിച്ച് സ്വന്തമായി വാങ്ങിച്ച് നമ്മൾ ആദ്യം 6 മാസത്തിൽ ബ്രോന്ന് പേരിട്ട് ബ്രോ അങ്ങനെ 1 വർഷം ഈ പടത്തില് ബിഗിനിങ് തുടങ്ങി എൻഡ് വരെ നമ്മുടെ കൂടപ്പുറപ്പാണ് ഇവൻ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ നായ്ക്കളുടെ കൂടെ അഭിനയിച്ച ആള് ഞാനാണ്. നമ്മുടെ ഇതിനകത്താണെങ്കിൽ പട്ടിയുണ്ട്, വേറൊരാളും കൂടി ഉണ്ട്, ഒരു മരപ്പട്ടിയും കൂടി ഉണ്ട്. നമ്മുടെ സിനിമയില് മിഥുൻഭായിക്ക് അറിയാം, ഇവർക്കാർക്കും അറിയില്ല. ചില ആൾക്കാർക്ക് അറിയില്ല, ചില ആൾക്കാർക്കൊക്കെ അറിയാം. മരപ്പട്ടി നമ്മള് പരിചയപ്പെടുത്തുന്ന പുതുമുഖം കൂടിയാണ്. നിന്നെ ഉദ്ദേശിച്ചത് റോസ്മിനെ അല്ല. അതാണ് ഞാൻ പറയുന്നത്. കാരണം ദിലീപൻ ഒന്ന് മരപ്പട്ടി ഞാനും മരപ്പട്ടി കൂടി ഒരു യുദ്ധം ഉണ്ട് ഈ സിനിമയിൽ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഏപ്രിൽ 26 പടം റിലീസാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഡീസന്റ് ആയിരിക്കണം. അപ്പൊ പവിയിൽ കെയർ ടേക്കർ വരികയാണ്.